ഒന്നുമില്ലെങ്കിൽ ഓനെന്തിനാ അവളുടെ കണ്ണീരൊപ്പിയെ? അതും എന്റെ സംശയ. എടാ ഇതൊന്ന് സമാധാനിക്ക്, നമുക്ക് അബിനോട് ചോദിക്കാന്ന്. കല്യാണം വിളിക്കാൻ വന്നാ അബീനോട് പറഞ്ഞു ഏൽപ്പിച്ചീന്. എന്നാലും ഒന്ന് നേരിട്ടൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഓ അത് കുഴപ്പമില്ലായിരുന്നു. അബി എപ്പോഴും പറയും ഫാത്തിമാനെ പറ്റി. എന്താ പറയല്? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ. എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാല് ഓരോ തമാശകളൊക്കെ. തമാശ? എന്ത് തമാശ? ഓനെവിടെ? അവന് തീരെ സമയമല്ല വീട്ടിലിരിക്കാൻ. പിരാന്ത് പിടിച്ച പോലെ ഓട്ടാ ടിൻഡോന്റെ കൂടെ. ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിനാ? വല്ല ടൂറോ ആരുടെങ്കിലും കൂടെ? ഇല്ല. ഞങ്ങള് എന്നാ അവിടെ ഇറങ്ങട്ടെ? ഓ ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ. നാസറേ വാ. ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല. ഇല്ലേ? പറഞ്ഞുണ്ട്. അബി ഇന്ന് വന്നേ. ഈ ഫാത്തിമ തമ്മിൽ എന്തേലും ഉണ്ടോ? ഫാത്തിമാനായിട്ട് എന്ത്? ഒന്നുമില്ല. ഉറപ്പല്ലേ? എന്നാ വിശ്വസിച്ചോട്ടെ. ആയിക്കാ സത്യമായിട്ടൊന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ പായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓനെന്തിനാ കണ്ണീരൊപ്പിയെ? ചേട്ടൻ പറ, ഓനെന്തിനാ കണ്ണീരൊപ്പിയെ? മാറിക്ക്, അങ്ങോട്ട് മാറിക്ക് നാസറേ. ഓട്ടെ, ഈ കല്യാണത്തിന് വരണട്ടാ. ആയിക്കോട്ടേക്കാ. വലിയ കാര്യാക്കണ്ട, പെട്ടെന്നുള്ള. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തേലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ. വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ചി പാത്തൂറ്റി ഒന്നിച്ചങ്ങ് നടത്തിയാലോ? പ്രത്യേക വെളിയും വേണ്ട, ഫുഡും വേണ്ട. ആദ്യം ഫാത്തിന്ന് നടക്കട്ടെ. ഒരു കണക്കിനെല്ലാം ബായി കാരണം. ഉവ്വ ബായ്. നിങ്ങൾ കണ്ടോ, ഫാത്തിന്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായിനെ നാട് കടത്തും. അതോടെ ബായിക്കാരുടെ കച്ചവടം പൊട്ടും. മുജി, നീ വേണ്ടാത്ത പ്രശ്നത്തിന് പോണ്ടേ. എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം മുടങ്ങുമെന്ന്. നീ എന്താണ് ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത്? മറന്ന് അല്ലേ? പേടിക്കണ്ട, ആട് റെഡി. അല്ലാന്ത്രോ, അത് പിന്നെ ഇവൻ വേറെ ആളെ ഏൽപ്പിച്ച്. നമ്മളെ പാത്തുവിന്റെ അതൊരൊക്കെ മറ്റടുത്ത പരിപാടി പോലെ ആയല്ലോ കുച്ചി. എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എൻ്റെ അടുത്തു. വലിയ ഇടപാടൊക്കെ അന്നെ ആട്ട് തന്നു. ആയിക്കോട്ടെ, രണ്ടും കൂടി ഞായറാഴ്ച വാ ഇറച്ചി വാങ്ങാം കേട്ടോ. അന്ത്രോ, അങ്ങനെ പിണങ്ങിപ്പോലെ. ഇതിപ്പോ അലാക്കി ലൗലിയും കഞ്ഞിന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എടാ മുജിയെ, നീ 2 ദിവസമല്ലേ ആ ഇസ്മായിൽ ഖാനെ വിളിച്ചാണ്ട് ഒഴിവാക്കിയാലോ? ഞാൻ എങ്ങനെ വിളിച്ചു പറയാനാ? എനിക്കൊരു ആ നമ്പർ കൊണ്ട് എടുക്ക്, ഞാൻ വിളിക്കാം. എൻ്റെ നമ്പറില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഫോണയക്ക് പാത്തുത്താൻ്റെ വീട്ടിൽ കയറിയിട്ടേ നമ്പർ മേടിച്ച് വിളിക്കും. ഞാൻ ഇസ്മായിലിന്റെ വായിലുള്ള അച്ചടി ഭാഷ മുഴുവൻ ഞാൻ കേൾക്കണല്ലോ. എന്റെ തങ്ങളെ. എന്നാ അന്ത്രോ, ഒരു 120 കിലോ ആയിട്ട് റെഡിയാക്ക്. നല്ല കിളുന്താട് ഏറ്റില്ലേ? അല്ലെങ്കിലേ ഞായറാഴ്ച ആടിന് പകരം കുട്ടനെ പൊതിഞ്ഞു തരും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ മുക്രി, നീയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഇറങ്ങാം മുജേ. ഇക്കാക്ക, നാസർക്ക് ഒരു സൈക്കോയാണ്. എപ്പോഴും സംശയ. അബിയായിട്ട് ചേർത്ത് പറിച്ചില്ല. മുറിയിൽ വരച്ച മാനൊക്കെ മായച്ചു കളഞ്ഞ്. അല്ല, പെൺമാൻ ഞാനും ആൺമാൻ അബിയാണെന്ന് അപ്പൊ പറഞ്ഞു നടക്കണേ. എന്തൊക്കെ പറയണേ പാത്തിയെ? ഞാൻ ഇന്നലെ അബീനെ കണ്ടീന്. നാസറോട് സംസാരിക്കുകയും ചെയ്ത്. ഓനെ പിരിയേറ്റുന്നതേ ആ ഉമേറ. ഓനെ ശരിയായിക്കോളാം, ആ കല്യാണം കഴിയട്ടെ. ഇക്കാക്ക, എനിക്ക് റംലുത്താന്റെ ഗതി വരും, അതുകൊണ്ടാ ഞാൻ പറയണേ. കരീംഖാനെ പോലെയാ നാസർ. നമുക്ക് അബീനോട് എന്തേലും ഉണ്ടോ? ഇക്കാക്ക, ഞാൻ അബിയുടെ കാര്യമല്ല ഇവിടെ പറയണേ. ഞാൻ നാസർക്കന്റെ പ്രശ്നമാണ് പറയണേ. എന്താ മുജേ, എന്താ പ്രശ്നം? ഓളുടെ ഓരോ തോന്നലുകൾ. എന്താണേ പറയടോ. ഒന്നുമില്ല, നാളെ പള്ളിയിൽ നിന്ന് കാണാം.